ഇന്റർ മിയാമി വേഴ്സസ് PSG ക്ലബ് ലോകകപ്പിൽ എല്ലാവരും കാത്തിരുന്നൊരു മത്സരമാണ്. ഒട്ടുമിക്ക ആരാധകരും ഉറ്റുനോക്കിയിട്ടുള്ളൊരു മത്സരമായിരുന്നു. പ്രത്യേകിച്ച് ഇന്റർ മിയാമിയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ മെസ്സി ഫാൻസ് എല്ലാവരും നല്ല ആത്മവിശ്വാസത്തിലാണ് എന്നുള്ള കാര്യത്തിലാണ് ഈ മത്സരം കണ്ടിട്ടുള്ളത്. എന്നാൽ ഞാൻ പറയാമല്ലോ, ഒരു 90% ആൾക്കാർക്കും അറിയാം ഇന്റർ മിയാമി എങ്ങനെ വന്നാലും വെള്ളം കുടിക്കും എന്നുള്ളത്. പിന്നെ ഒരു തുണ എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരം, അതായത് ഈ ഒരു മത്സരത്തിന് മുമ്പായിട്ടുള്ള മത്സരത്തിൽ ഇന്റർ മിയാമി കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്രകടനമാണ്. പ്രത്യേകിച്ച് മെസ്സിയുടെ കാലിൽ നിന്നും മഴവില്ലയകളുള്ള രീതിയിൽ ഒരു ഫ്രീ കിക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു കണക്കൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഇന്റർ മിയാമി ആരാധകർ, പ്രത്യേകിച്ച് മെസ്സി ആരാധകർ വളരെ വലിയ കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. പിന്നെ അതിന് പുറമെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്റർ മിയാമി ഫിഫ വേൾഡ് കപ്പ്, അതായത് ക്ലബ് ലോകകപ്പിൻ്റെ ഇങ്ങനെ ഒരു വേദിയിലേക്ക് കടന്നു വരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലിയണൽ മെസ്സി പന്ത് തട്ടിയിട്ടുള്ള ഈ ഒരു സ്റ്റേജിൽ ഫിഫ ലോകകപ്പിൽ, അതായത് ക്ലബ് ലോകകപ്പിൽ ഇതുവരെയായിട്ട് ലിയണൽ മെസ്സി പരാജയപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നൊരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ പല ആൾക്കാരും വലിയ കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഈ മത്സരം കാണാതിരിക്കുന്നത്. എന്നാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം നല്ല രീതിയിൽ PSG ഇവരെ ഇന്റർ മിയാമിയെ വെള്ളം കുടിപ്പിക്കുമെന്നുള്ളത്. കാരണം PSG എന്ന് പറയുന്ന ടീം ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ലോകത്തിലെ ബെസ്റ്റ് ടീമുകളിൽ ഒന്നാണ്. UCL കരസ്ഥമാക്കിയിട്ടുള്ള ടീമാണ്. അതിനൊക്കെ പുറമെ ഒരു ആത്മവിശ്വാസം, ഇന്റർ മിയാമി ഫാൻസിനുള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത്, കഴിഞ്ഞൊരു മത്സരത്തിൽ ഒരു ബ്രസീലിയൻ ക്ലബ്ബ് PSG പരാജയപ്പെടുത്തി അവർ ഒതുങ്ങി എന്നുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്റർ മിയാമിയുടെ ഭാഗത്തേക്ക് ടച്ച് ചെയ്യാൻ പോലും പന്ത് കൊടുക്കാത്ത രീതിയിലാണ് PSG കളിച്ചിട്ടുള്ളത്. ഐ തിങ്ക് ഒരുപാട് ഫാൻസുകാരുണ്ട് വെറുതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇറക്കി വിടുന്ന, വലിയ കോൺഫിഡൻസിൽ വലിയ ഭീരുവായിത്തൊക്കെ നടക്കുന്ന ഒരുപാട് ഫാൻസുകാരുണ്ട്. അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയേണ്ടത്, ഈ ായിട്ടുള്ള ടീമുണ്ടല്ലോ, അവരുടെ ആ ഒരു സ്ട്രെങ്ത്തൊക്കെ നോക്കുക, അവരുടെ ക്വാളിറ്റിയൊക്കെ നോക്കുക. ഒരു മത്സരത്തിൽ പരാജയപ്പെട്ട് എന്ന് കരുതിയിട്ട് എല്ലാ മത്സരവും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഈ മത്സരത്തിൻ്റെ 6-ാം മിനിറ്റിൽ തന്നെ ഗോൾ വീണിട്ടുണ്ട്. ഐ തിങ്ക് ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ ഉറപ്പിച്ചാണ് ഒരു 3 ഗോൾ എന്തായാലും പോകും എന്നുള്ളത്. കാരണം ഇന്റർ മിയാമിയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള വീക്കുകൾ പന്തിൽ നിന്നും കാണാം. പ്രത്യേകിച്ചും എതിർഭാഗത്ത് നിൽക്കുന്നത് PSG ആണ്. നമ്മളെ ഡെസറേ പോലെയുള്ള ഡുവോ പോലെയുള്ള താരങ്ങൾ, 20 വയസ്സായിട്ടുള്ള ആ ഒരു ഫ്രഞ്ചുകാരുണ്ട്, ഡെംബലയുണ്ട് മുമ്പന്തിയിൽ, കവർസ്കേലിയുണ്ട്. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എജ്ജാതൊരു പ്രസ്സിങ് ഗെയിമാണ് PSG കാഴ്ചവെക്കുന്നത്. എജ്ജാതൊരു ഫാസ്റ്റ് ഫുട്ബോളാണ് കാഴ്ചവെക്കുന്നത്. ഒന്ന് ശ്വാസം വിടാൻ പോലും ഇന്റർ മിയാമിക്ക് അവസരം നൽകാത്ത രീതിയിൽ PSG ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഉറപ്പിച്ചൊരു കാര്യമായിരുന്നു, 20-25 മിനിറ്റ് ആകുമ്പോഴത്തിന് ഒരു 3-4 ഗോൾ മുഖാനുള്ള ചാൻസുകൾ കൂടുതലാണ് എന്നുള്ളത്. പക്ഷേ മത്സരം 39-ാം മിനിറ്റിലാണ് രണ്ടാമത്തെ ഗോൾ വീണത്. നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത് ഇന്റർ മിയാമിയുടെ ആ കൂട്ടത്തോടെയുള്ള ഒരു ഡിഫെൻസീവ് ശൈലിയാണ്. അതായത് PSG പന്തേറ്റ് വരുമ്പോഴത്തേനും എല്ലാവരും മറ്റേ ബസ് സ്റ്റാൻഡിലൊക്കെ ബസ് ഇടുന്ന പോലെ നിരന്ന് നിൽക്കുന്നൊരു ശൈലിയൊക്കെ ഉണ്ട്. പിന്നീട് ഇന്റർ മിയാമി ഏറെക്കുറെ ആരാധകർക്ക് മനസ്സിലായി ക്ലോസ് ആയിട്ടുണ്ട് മത്സരം എന്നുള്ളത്. പിന്നെ മെസ്സിക്ക് എന്തെങ്കിലുമൊക്കെ കഴിയണം, മെസ്സിക്ക് പന്ത് കിട്ടണം, അല്ലെങ്കിൽ ഫ്രീ കിക്ക് കിട്ടണം. പക്ഷേ മെസ്സിയിലേക്ക് പന്ത് പോലും എത്തിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം PSG ഡിഫൻസ് അത്രയും സ്ട്രോങ് ആയിട്ടാണ്, മിഡ്ഫീൽഡ് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രോങ് മെൻറ്റാലിറ്റിയോടുകൂടി നിന്ന് എന്നുള്ളതാണ്. മത്സരത്തിൻ്റെ 39-ാം മിനിറ്റിൽ ഗോൾ വെക്കുന്നു. അങ്ങനെ ജാവോ നവസിൻ്റെ 2 ഗോളോട് കൂടി PSG ഒരു മത്സരത്തിൽ 2 ഗോളിന് മുന്നിട്ട് നിൽക്കുന്ന അവസരത്തിലാണ് 44-ാം മിനിറ്റിൽ ഒരു OG ഗോൾ, അതായത് സെൽഫ് ഗോൾ വെക്കുന്നത് PSG വേണ്ടിയിട്ട് അനുകൂലമായിട്ട് വെക്കുന്നു. അവസാനം ഹാഫ് ടൈമിനേക്ക് മുമ്പ് തന്നെ ഹക്കീമി വീണ്ടും ഗോൾ നേടുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഏകദേശം 4 ഗോൾ വീണു, സെക്കൻഡ് ഹാഫിൽ ഏകദേശം 4 ഗോൾ വികും എന്നുള്ള രീതിയിലാണ് എല്ലാവരും കരുതി കണ്ടിട്ടുള്ള ഈ മത്സരത്തിലേക്ക് വേറെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ തോന്നിയിട്ടുള്ള ഒരു താരമെന്ന് പറയുന്നത് ഹവേച്ച, അതുപോലെ തന്നെ നമ്മുടെ ഡോയി, അതായത് ഡെസിറേ ഡോയി എന്ന് പറയുന്ന താരം ഉണ്ടല്ലോ. ഈ 2 പേരെയും കൂടുതൽ എടുത്തു പറയേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം വെല്ലായിട്ടുള്ളൊരു ഫുട്ബോളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ബാർക്കോള വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ഈ ഒരു മത്സരത്തിൽ പന്ത് തട്ടി എന്നുള്ളതാണ്. ബാർക്കോളയെ സംബന്ധിച്ചിടത്തോളം ചില ചാൻസുകൾ അദ്ദേഹത്തെ തേടിയെത്തുന്ന ചില അവസരങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള നിമിഷത്തിൽ അദ്ദേഹത്തിനെ ഗോളാക്കി മാറ്റാൻ സാധിച്ചിരുന്നെങ്കിൽ വീണ്ടും ഹൈ ആയിട്ട് ഉയർന്നേനെ എന്നുള്ള പല ആരാധകരും ഇനി മുഖം മൂടിയിട്ടുണ്ടാവും. ഇനി ഗോഡ് ഡിബേറ്റ് വീണ്ടും ആരംഭിക്കാനായിട്ട് പോവുകയാണ്. കാരണം പല ആൾക്കാർക്കും ഇപ്പോൾ ട്രോളുകളും കാര്യങ്ങളും ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഈ മത്സരത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് ഐഡിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിലുണ്ടാവും. അതിലേക്കും ബൈ.